എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026 ചരിത്രത്തിലെ ഏറ്റവും വീറും വാശിയുമേറിയ 54ാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനോടേറ്റ കനത്ത തോൽവിയോടെ മുംബൈ ഇന്ത്യൻസിന്റെ ഈ സീസണിലെ യാത്ര ഔദ്യോഗികമായി അവസാനിച്ചിരിക്കുകയാണ്. 5 തവണ കിരീടമുയർത്തിയ ആ വമ്പന്മാരുടെ നാണം കെട്ട ഈ പടിയിറക്കം മുംബൈ പൾട്ടനെയാകെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകളഞ്ഞു. റായ്പൂർ സ്റ്റേഡിയത്തിൽ സംഭവിച്ച ഈ വലിയ ദുരന്തത്തിനു ശേഷം മുൻ നായകനും ഇതിഹാസ ബാറ്ററുമായ രോഹിത് ശർമ്മയുടെ കോപം അതിരുകടന്നിരുന്നു. മത്സരത്തിന് തൊട്ടു പിന്നാലെ ഡ്രസ്സിംഗ് റൂമിലെ രഹസ്യങ്ങൾ പരസ്യമാക്കുന്ന, ക്രിക്കറ്റ് ലോകത്തെയാകെ പിടിച്ചുകുലുക്കുന്ന ഒരു സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയത്. രോഹിത്തിന്റെ വാക്കുകൾ കേവലം നിരാശയുടെ പ്രതിഫലനമായിരുന്നില്ല, മറിച്ച് അതൊരു അഗ്നിപർവ്വത സ്ഫോടനമായിരുന്നു. ഈ തോൽവിക്ക് കാരണം ടീമിന്റെ മോശം തന്ത്രങ്ങൾ മാത്രമല്ല, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെയും സ്റ്റാർ ബൌളർ ജസ്പ്രീത് ബുംറയുടെയും പ്രകടനങ്ങൾ കൂടിയാണെന്ന് അദ്ദേഹം യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ തുറന്നടിച്ചു. ഹാർദിക് പാണ്ഡ്യ ടീമിലില്ലാത്തത് മുംബൈക്ക് നൽകിയ പ്രഹരം ചെറുതല്ലെന്നും അതുകൊണ്ടാണ് പോയിന്റ് പട്ടികയിൽ ടീം ഇന്ന് 9ാം സ്ഥാനത്തേക്ക് കൂപ്പുകുതിച്ചതെന്നും രോഹിത് രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞു. മത്സരശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ രോഹിത്തിന്റെ കണ്ണുകളിൽ അഗ്നിയും മുഖത്ത് കടുത്ത നിരാശയുടെ കരിനിഴലും പ്രകടമായിരുന്നു. ഏറെ വികാരധീനനായി അദ്ദേഹം പറഞ്ഞു തുടങ്ങി, "ഈ നാണം കെട്ട തോൽവിക്ക് ശേഷം ഞാൻ അനുഭവിക്കുന്ന വേദന വാക്കുകളുടെ വലകളിൽ ഒതുക്കാൻ എനിക്കാവില്ല. 5 തവണ ചാമ്പ്യന്മാരായ ലോകത്തിലെ ഏറ്റവും മികച്ച T20 ടീമായ മുംബൈ ഇന്ത്യൻസ് ഇങ്ങനെ മുട്ടുകുത്തി ടൂർണമെന്റിൽ നിന്ന് പുറത്താകുന്നത് വലിയൊരു അപമാനമാണ്. റായ്പൂരിലെ പിച്ചിന്റെ സ്വഭാവമനുസരിച്ച് 166 റൺസ് എന്നത് പൊരുതാവുന്ന ഒരു മികച്ച സ്കോർ ആയിരുന്നു എന്ന് രോഹിത് ചൂണ്ടിക്കാട്ടി. എന്നാൽ സമ്മർദ്ദഘട്ടങ്ങളിൽ ടീമിലെ ഏറ്റവും പരിചയസമ്പന്നരായ ബൌളർമാർ മാനസികമായി തളർന്നുപോയത് കയ്യിലുണ്ടായിരുന്ന വിജയം ഒരു തളികയിൽ വെച്ച് ബാംഗ്ലൂരിന് നൽകുന്നതിന് തുല്യമായി മാറി. ലോക 1ാം നമ്പർ ബൌളറായ ജസ്പ്രീത് ബുംറയ്ക്ക് നേരെയായിരുന്നു രോഹിത്തിന്റെ അടുത്ത മൂർച്ചയേറിയ അസ്ത്രം. വിക്കറ്റുകൾ ഏറ്റവും കൂടുതൽ ആവശ്യമായിരുന്ന സമയത്ത് ജസ്പ്രീത് ബുംറയ്ക്ക് തന്റെ മാന്ത്രിക താളം കണ്ടെത്താനായില്ല. 3 ഓവറിൽ വെറും 18 റൺസ് മാത്രമാണ് വിട്ടു നൽകിയതെങ്കിലും ഒരൊറ്റ വിക്കറ്റ് പോലും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇതിന്റെ ഫലമായി ബാംഗ്ലൂർ ബാറ്റർമാർക്ക് സ്വതന്ത്രമായി കൈകൾ വീശാൻ അവസരം ലഭിച്ചു. നിങ്ങളുടെ പ്രധാന സ്ട്രൈക്ക് ബൌളർക്ക് വിക്കറ്റ് വീഴ്ത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ലോകത്തെ ഒരു വലിയ മത്സരവും നിങ്ങൾക്ക് വിജയിക്കാനാവില്ല എന്ന് രോഹിത് മുന്നറിയിപ്പ് നൽകി. തുടർന്ന് നിലവിലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ തന്ത്രങ്ങളെയും നേതൃത്വ പാടവത്തെയും അദ്ദേഹം അതിരൂക്ഷമായി വിമർശിച്ചു. കളിക്കളത്തിലെ ഫീൽഡ് പ്ലേസ്മെന്റും ബൌളർമാരെ മാറ്റുന്ന രീതിയും വളരെ ശരാശരി നിലവാരത്തിലുള്ളതാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അതുകൊണ്ടാണ് ബാംഗ്ലൂരിന് യാതൊരു സമ്മർദ്ദവുമില്ലാതെ ലക്ഷ്യം മറികടക്കാനായത്. ഒരു മികച്ച ബാറ്റർ ആയതുകൊണ്ട് മാത്രം ഒരാൾക്ക് നല്ലൊരു ക്യാപ്റ്റനാകാൻ കഴിയില്ലെന്നും സമ്മർദ്ദഘട്ടങ്ങളിൽ ഒരു ചെസ് കളിക്കാരനെ പോലെ തന്ത്രങ്ങൾ മെനയാൻ സൂര്യ ഇനിയും ഏറെ പഠിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം തുറന്നടിച്ചു. നിർണായകമായ ഈ മത്സരത്തിൽ തന്ത്രങ്ങളുടെ കാര്യത്തിൽ മുംബൈ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം വേദനയോടെ സമ്മതിച്ചു. മുംബൈ ക്യാമ്പിൽ വലിയൊരു ആഭ്യന്തര യുദ്ധം നടക്കുന്നു എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ പ്രസ്താവനകൾ വിരൽ ചൂണ്ടുന്നത്. സീനിയർ താരങ്ങളും ക്യാപ്റ്റനും തമ്മിലുള്ള ചേർച്ചയില്ലായ്മയും പൊരുത്തമില്ലായ്മയും കളിക്കാരുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്നാൽ ഈ അഭിമുഖത്തിലെ ഏറ്റവും ഹൃദയഭേദകമായ നിമിഷം രോഹിത് യാതൊരു മടിയും കൂടാതെ ഹാർദിക് പാണ്ഡ്യയുടെ പേര് പരാമർശിച്ചപ്പോഴാണ്. "ഇന്ന് കളിക്കളത്തിൽ ഹാർദിക്കിന്റെ അസാന്നിധ്യം ഞങ്ങൾ വല്ലാതെ അറിഞ്ഞു. ബാറ്റിംഗിൽ ആഴം നൽകുന്നതിനൊപ്പം ബൌളിംഗിലും ഫീൽഡിംഗിലും ടീമിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തിയിരുന്നത് ഹാർദിക് ആയിരുന്നു. ഹാർദിക് ഇല്ലാത്ത ഈ ടീം ഇന്ന് ദിശാബോധമില്ലാതെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായും തകർന്ന് ചിതറിത്തെറിച്ച അവസ്ഥയിലായ. ഹാർദിക് ഉണ്ടായിരുന്ന കാലത്തെ ആ പഴയ പോരാട്ട വീര്യവും ഒത്തൊരുമയും ഇപ്പോൾ ടീമിൽ നഷ്ടപ്പെട്ടുവെന്നും മാനേജ്മെന്റിന്റെ ചില തെറ്റായ തീരുമാനങ്ങൾ ടീമിനെ നാശത്തിന്റെ വക്കിലെത്തിച്ചുവെന്നും അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിച്ചു. 10 മത്സരങ്ങളിൽ നിന്ന് വെറും 3 വിജയങ്ങളും -0.649 എന്ന മോശം നെറ്റ് റൺറേറ്റുമായി ടൂർണമെന്റിൽ നിന്ന് പുറത്താകുന്നത് മുംബൈയുടെ സുവർണ ചരിത്രത്തിലെ ഒരിക്കലും മായാത്ത ഒരു കറുത്ത പാടാണ്. 166 റൺസ് പ്രതിരോധിക്കാനാവാത്തതും ഭുവനേശ്വർ കുമാറിന് മുന്നിൽ രോഹിതും സൂര്യയും തുച്ഛ റൺസിന് പുറത്തായതുമാണ് തോൽവിയുടെ പ്രധാന കാരണങ്ങളിലൊന്ന്. ഈ മോശം പ്രകടനത്തിന് ആരാധകരോട് ക്ഷമ ചോദിച്ച രോഹിത് ടീമിലെ നിലവിലെ അന്തരീക്ഷത്തിൽ വിജയം അസാധ്യമാണെന്ന് വ്യക്തമാക്കി. അതേസമയം എതിർ ടീമിലുണ്ടായിരുന്ന തന്റെ പഴയ സഹതാരമായ കൃണാൽ പാണ്ഡ്യയുടെ പോരാട്ട വീര്യത്തെ പ്രശംസിക്കാൻ അദ്ദേഹം മറന്നില്ല. മുംബൈയുടെ വിജയത്തിനും ബാംഗ്ലൂരിനുമിടയിൽ വലിയൊരു മതിലായി നിന്നത് കൃണാൽ പാണ്ഡ്യയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് കൃണാൽ പുറത്താകാതെ നേടിയ 73 റൺസിന്റെ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സാണ് മത്സരത്തിന്റെ വിധി മാറ്റിയെഴുതിയതും മുംബൈയുടെ കയ്യിൽ നിന്ന് വിജയം തട്ടിയകറ്റിയതും. രോഹിത്തിന്റെ ഈ വാക്കുകൾ പുറത്തുവന്നതോടെ സോഷ്യൽ മീഡിയയിൽ സൂര്യയുടെയും ബുംറയുടെയും ആരാധകർ തമ്മിൽ വലിയ പോര് തുടങ്ങിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട ക്രിക്കറ്റ് ആരാധകരെ, രോഹിത്തിന്റെ ഈ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഹാർദിക് പാണ്ഡ്യ മുംബൈയിലില്ലാത്തതാണോ ഈ വൻ തകർച്ചയ്ക്ക് കാരണം? അതോ സൂര്യയെ മാറ്റി രോഹിതിനെ വീണ്ടും ക്യാപ്റ്റൻസി ഏൽപ്പിക്കണമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രോഹിത് റൈറ്റ് എന്നോ ഹാർദിക് മിസ്സിംഗ് എന്നോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളുമായി പങ്കുവയ്ക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.